ഹരിയോ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ലളിതോപാഖ്യാനമാണ്. ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ അവതാര കഥ. ദേവിയെ ആരാധിക്കുന്നവർ നിത്യം ജപിക്കുന്ന ഒരു സ്തോത്രരത്നമാണ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം. അതിലെ ആദ്യത്തെ 84 നാമങ്ങളിൽ ഈ കഥയാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കഥ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ആ ആദ്യത്തെ 84 നാമങ്ങളുടെ അർത്ഥവും വ്യക്തമായി ഗ്രഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കഥയെ ചെറുതായിട്ടൊന്ന് വിചിന്തനം ചെയ്യാം. കഥ ആരംഭിക്കുന്നത് താരകാസുരന്റെ വരവോടുകൂടിയാണ്. ബ്രഹ്മദേവനെ പ്രസാദിപ്പിച്ച് ബ്രഹ്മദേവനിൽ നിന്നും താരകാസുരൻ ഒരു വരം വാങ്ങുന്നു. ശിവന്റെ പുത്രൻ മാത്രമേ തന്നെ വധിക്കുകയുള്ളൂ. ഇതായിരുന്നു വരം. അദ്ദേഹം ഇങ്ങനെ ഒരു വരം ചോദിക്കാൻ കാരണം ശിവൻ വിരക്തനായ ഭാവത്തിൽ ഏകാന്തത്തിൽ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണത്. സതീദേവിയുടെ വിരഹം സഹിക്കാൻ പറ്റാതെ ഇനി ലോകത്തിൽ തനിക്കൊരു താല്പര്യവുമില്ല എന്ന ബോധത്തോടുകൂടി തന്നിൽ തന്നെ രമിച്ചുകൊണ്ട് ഏകാന്തത്തിൽ ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിക്കുകയാണ് ശിവൻ. ഇങ്ങനെ ഇരിക്കുന്ന ശിവന് ഒരു വിവാഹം നടക്കുകയില്ലെന്നും അതുകൊണ്ട് ശിവൻ ഒരു കുട്ടി ഉണ്ടാവുകയില്ലെന്നും അതുകൊണ്ട് തന്നെ ആരും വധിക്കുകയില്ലെന്നും താരകാസുരൻ തെറ്റിദ്ധരിച്ചു. ഈ തെറ്റിദ്ധാരണ കൊണ്ട് താൻ അമരനായി ഭവിച്ചുവെന്ന ബോധത്തിൽ അദ്ദേഹം താളം തെറ്റി ജീവിക്കാൻ തുടങ്ങി. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രപഞ്ചത്തിന് വ്യക്തമായ ഒരു താളമുണ്ട്. ആ താളത്തിനെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിന് ച്യുതി സംഭവിക്കാൻ തുടങ്ങി. ഈ ധർമ്മത്തെ പരിപാലിക്കേണ്ടവരാണ് ദേവന്മാർ. ഈ ധർമ്മത്തെ നിലനിർത്തുന്ന സൂക്ഷ്മ ശക്തികളാണ് അവർ. അപ്പോൾ താരകാസുരന് ബലം വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാരുടെ ബലത്തിന് ക്ഷയം സംഭവിക്കാൻ തുടങ്ങി. കാരണം പ്രപഞ്ചത്തിന്റെ താളം തെറ്റാൻ തുടങ്ങി. ഈ സമയത്ത് സതീദേവി ഹിമവാന്റെ മകളായിട്ട് വീണ്ടും ജനിച്ചിട്ടുണ്ട്. പാർവതി എന്നായിരുന്നു അമ്മയുടെ പുതിയ പേര്. ഈ പേരോടുകൂടി തൻ്റെ പൂർവജന്മത്തിൻ്റെ സ്മരണ നന്നായി ഉള്ളതുകൊണ്ട് ശിവനെ തന്നെ വീണ്ടും വിവാഹം കഴിക്കണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഹിമാലയത്തിൽ ശിവനെ കാണത്തക്ക രീതിയിൽ, എന്നാൽ ശിവനിൽ നിന്നും വളരെ ദൂരെയായിട്ട് അമ്മ തപസ് ചെയ്യുകയാണ്. ഈ വിവരമറിയാവുന്ന ദേവന്മാർ കാമദേവനെ വിളിക്കുന്നു. എന്നിട്ട് കാമദേവനോട് ശിവന്റെ മനസ്സിന് ഇളക്കം തട്ടത്തക്ക വിധം ഒരു അസ്ത്രം ശിവന്റെ നേർക്ക് അയക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം ശിവൻ ആത്മാരാമനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് സ്വയം ഇളകുകയില്ല. അപ്പോൾ പുറമേ നിന്നൊരു സ്വാധീനമുണ്ടാക്കി ആ മനസ്സൊന്ന് ഇളക്കിയാൽ അദ്ദേഹം കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹം പാർവതി ദേവിയെ കാണും. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അനുരാഗത്തെ ഉണ്ടാക്കിയാൽ അവരുടെ വിവാഹം നിശ്ചയമായും നടക്കും. അവരുടെ വിവാഹം നടന്നാൽ സുബ്രഹ്മണ്യസ്വാമി അവതരിക്കും. ആ സുബ്രഹ്മണ്യസ്വാമിയാണ് പിന്നീട് ദേവസൈന്യത്തിന് നാഥനായി ഭവിക്കാൻ പോകുന്നത്. അദ്ദേഹമാണ് താരകാസുരനെ വധിക്കാൻ പോകുന്നത്. അപ്പോൾ ആ മുരുകന്റെ ആവിർഭാവത്തിന് വേണ്ട ഒരു ദൗത്യം എന്ന നിലയിൽ, ഒരു മംഗളകർമ്മം എന്ന നിലയിൽ ഈ ഒരു കാര്യത്തെ അങ്ങ് ഏറ്റെടുക്കണം എന്ന് കാമദേവനോട് ദേവന്മാരെല്ലാം കൂടി പറഞ്ഞു. ശിവന്റെ സ്വഭാവം അറിയാവുന്ന, അദ്ദേഹത്തിന്റെ മഹിമയറിയാവുന്ന കാമദേവനുള്ളിൽ ഒരു ഭയമുണ്ട്. കാരണം ശിവന് ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. എന്നിരുന്നാലും ലോകമംഗളകരമാണ്. കാരണം താരകാസുരനെ വധിച്ചാൽ ലോകത്തിനാണ് ക്ഷേമം. അപ്പോൾ അതുകൊണ്ട് ലോകമംഗളകരമായ ഒരു കാര്യമായതുകൊണ്ട് ഇത് ചെയ്യാം എന്ന് കരുതി ഹിമാലയത്തിലേക്ക് കാമദേവൻ ചെന്നു. അദ്ദേഹം ശിവന്റെ നേർക്ക് തൻ്റെ അസ്ത്രത്തെ അയച്ചു. സൂക്ഷ്മമായ രീതിയിൽ ആ അസ്ത്രം ശിവനെ സ്പർശിക്കുന്നു. ശിവന്റെ മനസ്സിൽ ചെറുതായി ഒരു ഇളക്കമുണ്ടാകുന്നു. ശിവൻ കണ്ണു തുറക്കുന്നു. കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ദൂരെ ഇരിക്കുന്ന പാർവതി ദേവിയാണ്. അപ്പോൾ തൻ്റെ നേർക്ക് ശിവന്റെ ദൃഷ്ടി പതിഞ്ഞു എന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി കണ്ണു തുറന്ന് നോക്കുന്നു. അമ്മയുടെ കണ്ണിൽ ഒരുപാട് ആനന്ദമുണ്ട്, അനുരാഗമുണ്ട്. പക്ഷെ ശിവന്റെ കണ്ണിൽ ഒരു ഇളക്കവുമില്ല. ശിവൻ നിശ്ചലനായി തന്നിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിലാണ് നോക്കുന്നത്. അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിളകിയത്? ആത്മാരാമന്റെ മനസ്സിന് സ്വതവേ ഒരിളക്കമുണ്ടാവുകയില്ല. അപ്പോൾ പുറമേ നിന്ന് ആരോ സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനം ആരാണ്, എന്താണ് മനസ്സിലാക്കണമെന്ന് കരുതി ശിവൻ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. അങ്ങനെ നോക്കുന്ന സമയത്ത് ദൂരെ നിൽക്കുന്ന കാമദേവനെ കണ്ടു. കാമദേവനെ നോക്കിയ മാത്രയിൽ അദ്ദേഹം ഭസ്മമായി പോയി. അപ്പോൾ തന്നെ ശല്യപ്പെടുത്തിയ ആൾ ഇല്ലാതെയായെന്ന് മനസ്സിലാക്കിയപ്പോൾ ശിവൻ വീണ്ടും കണ്ണടച്ച് തന്നെ ധ്യാനിക്കാൻ തുടങ്ങി. ആത്മാരാമനായി തന്നെ തുടർന്നു. ശിവനിൽ ഒരല്പം പോലും അനുരാഗമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദേവിക്ക് ദുഃഖമായി. അപ്പോൾ വിവാഹത്തിനുള്ള സമയം ഇനിയും ആയിട്ടില്ല എന്ന് കരുതി വീണ്ടും തപസ് തുടർന്നു. കാമദേവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാർക്കെല്ലാം വലിയ ദുഃഖമായി. കാരണം കാമദേവനാണ് ലോകത്തിൻ്റെ താളത്തെ നിലനിർത്തുന്ന ഒരു ഘടകം.
കാമമുണ്ടെങ്കിലേ കർമ്മമുള്ളൂ. അപ്പം അതുകൊണ്ട് കാമദേവന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. ആ കാമദേവൻ തന്നെ ഭസ്മമായിരിക്കുന്നു. അപ്പം താരകാസുരൻ ഇനി കൂടുതൽ ബലം വയ്ക്കും. ലോകത്തിന്റെ താളം ഇനിയും കൂടുതൽ തെറ്റും. തങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇത് മനസ്സിലാക്കി ദുഃഖിച്ചുകൊണ്ട് ദേവന്മാരെല്ലാം ഒളിവിലേക്ക് പോയി. സൂക്ഷ്മരൂപം ഗ്രഹിച്ച് അവർ അപ്രത്യക്ഷരായി. ഈ സമയത്ത് ശിവന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട ഒരാൾ, ചിത്രകർമാവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വളരെ രൗദ്ര സ്വഭാവമുള്ള ഒരു ഭൂതഗണമാണ്. ആസുരികമായ ഭാവമൊക്കെ ഉള്ള ആളാണ്, എന്നാൽ ശിവഭക്തനാണ്. അദ്ദേഹം ഈ കാമദേവന്റെ ഭസ്മം കിടക്കുന്ന ഭാഗത്തേക്ക് വന്നപ്പോൾ അതിൽ നിന്നും കുറച്ച് കോരിയെടുത്ത് അതിൽ നിന്നും ഒരു രൂപമുണ്ടാക്കി. ഒരു കൗതുകം തോന്നി ചെയ്തതാണ്. രൂപമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യാകാരമാണത്, നല്ല ഭംഗിയുണ്ട്. അപ്പൊ താൻ ഉണ്ടാക്കിയത് തൻ്റെ പ്രഭുവിന് കാണിച്ചു കൊടുക്കണമെന്ന് കരുതി ആ രൂപത്തെ എടുത്തു ശിവന്റെ അടുത്ത് ചെന്ന് നിന്നു. ശിവൻ ധ്യാനത്തിലാണ്, അതുകൊണ്ട് വിളിച്ചില്ല. കുറച്ചു നേരം ഇങ്ങനെ നിന്നപ്പോൾ തൻ്റെ ഭക്തന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ മഹാദേവൻ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ ഇതാ പ്രഭു, ഞാൻ ഉണ്ടാക്കിയത് നോക്കൂ എന്ന് പറഞ്ഞ് ഈ മൂർത്തിയെ, ഈ ഭസ്മം കൊണ്ടുണ്ടാക്കിയ രൂപത്തെ ശിവന് കാണിച്ചു കൊടുത്തു. ശിവന്റെ ദൃഷ്ടി അതിൽ പതിഞ്ഞതോടുകൂടി അതിന് ജീവൻ വെച്ചു. അതിന് ജീവൻ വെച്ച സമയത്ത് ആകാശത്ത് നിന്ന് ഭണ്ട് ഭണ്ട് എന്ന ശബ്ദം വന്നു. അങ്ങനെ അവന് ഭണ്ഡ എന്ന പേര് കിട്ടി. ഈ ഭൂതഗണം ഉണ്ടാക്കിയത് കൊണ്ട് ആസുരികമായ ഭാവമാണ് അവൻ്റെ ഉള്ളിലുള്ളത്. സൃഷ്ടാവിൻ്റെ സ്വഭാവം സൃഷ്ടിയിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ ആസുരിക ഭാവം ഉള്ളത് കൊണ്ട് അവൻ ഭണ്ഡാസുരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ ഭണ്ഡാസുരൻ തന്നെ നിർമ്മിച്ചിട്ടുള്ള തൻ്റെ പിതാവായ ആ ചിത്രകർമാവിനെ വന്ദിച്ചു. എന്നിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ചിത്രകർമാവ് കുറച്ചു നേരം ചിന്തിച്ചു. അദ്ദേഹത്തിന് 2 പേര് സഹോദരന്മാരായിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറേയും കൂടി സന്തോഷമുണ്ടാകും എന്ന് കരുതി ശേഷിക്കുന്ന ഭസ്മത്തിൽ നിന്നും 2 രൂപങ്ങൾ കൂടി ഉണ്ടാക്കി ശിവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിവന്റെ ദൃഷ്ടി പതിപ്പിച്ച് അതിനെയും ജീവൻ വെച്ച് ഭണ്ഡാസുരന് 2 സഹോദരങ്ങളായിട്ട് അവയെ കൊടുത്തു. ഒരാള് വിശുക്രൻ എന്ന പേര് സ്വീകരിച്ചു, മറ്റാള് വിശങ്കൻ എന്ന പേര് സ്വീകരിച്ചു. ഇങ്ങനെ 2 സഹോദരന്മാരെയും കൊടുത്തതിന് ശേഷം ഭണ്ഡാസുരനോട് പറഞ്ഞു, എൻ്റെ സൃഷ്ടിയായതുകൊണ്ട് എന്നിലുള്ള ആസുരികതയെല്ലാം നിങ്ങളിലുമുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അസുരഗുരുവായ ശുക്രാചാര്യരെ പോയി കാണണം, അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കണം. പിന്നീട് അങ്ങോട്ട് എന്ത് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു തരും. ഈ ആജ്ഞയെ സ്വീകരിച്ച് അദ്ദേഹത്തെ പ്രണമിച്ചിട്ട് ഈ 3 പേരും ശുക്രാചാര്യരെ തേടി നടക്കാൻ തുടങ്ങി. തനിക്ക് അനുയോജ്യരായ ശിഷ്യന്മാർ ജനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ അടുത്തേക്ക് ശുക്രാചാര്യരും വരാൻ തുടങ്ങി. അങ്ങനെ വഴിമധ്യേ അവർ കണ്ടുമുട്ടി. ആചാര്യനെ കണ്ടപ്പോൾ 3 പേരും കാലിൽ വീണ് സാഷ്ടാംഗം നമിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം വരിച്ചു. ശിഷ്യരായി കഴിഞ്ഞപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, ഇനി നിങ്ങളുടെ കാര്യം ഞാൻ നോക്കാം. ഉടനെ തന്നെ മയൻ എന്ന അസുര ശില്പിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് ശോണിതപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ശൂന്യകം എന്ന് പേരുള്ള ഒരു രാജധാനി ഒരുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ മയൻ ചെന്ന് ശോണിതപുരത്ത് ശൂന്യകം എന്ന് പേരുള്ള ഒരു വലിയ കൊട്ടാരമാണ്, ഒരു കൊട്ടാര സമുച്ചയം എന്ന് തന്നെ പറയാം, അത് അവിടെ പണിതു. അങ്ങനെ ഈ ശൂന്യകത്തിൽ ഭണ്ഡാസുരനെ രാജ്യാഭിഷേകം നടത്തി രാജാവായിട്ട് വാഴിച്ചു. ഭണ്ഡാസുരന്റെ മന്ത്രിസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വിശുക്രനും വിശങ്കനും വസിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് ദൈത്യന്മാരെ സൈന്യമായിട്ട് കൊടുത്തു. ക്രമേണ അദ്ദേഹത്തിന് അനുയോജ്യരായിട്ടുള്ള വധുക്കളെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് മക്കളുണ്ടായി. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടായി. അദ്ദേഹം ദിവസം തോറും ശക്തി ആർജിക്കാൻ തുടങ്ങി. ഒരു ഭാഗത്ത് താരകാസുരൻ്റെ ശല്യം, ഒരു ഭാഗത്ത് കാമദേവന്റെ അഭാവം, മറുഭാഗത്ത് ഭണ്ഡാസുരന്റെ ശക്തി പ്രാപിക്കൽ. പ്രപഞ്ചം പൂർണ്ണമായി താളം കെട്ട അവസ്ഥയിലാണ്. ദേവന്മാർക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അങ്ങനെ സൂക്ഷ്മമായ ഭാവത്തിൽ അവർ ഒളിവിലിരിക്കുന്ന സമയത്ത് അവരിയ്ക്കുന്ന ഇടം കണ്ടുപിടിച്ച് അവിടേക്ക് നാരദമുനി വന്നു. നാരദമുനിയെ കണ്ട ഉടനെ തന്നെ ദേവന്മാരെല്ലാം ചാടി എണീറ്റ് ഓടിച്ചെന്ന് അദ്ദേഹത്തെ സാഷ്ടാംഗം വീണ് നമിച്ച് ദേവേന്ദ്രൻ തന്നെ അദ്ദേഹത്തിൻ്റെ കാല് കഴുകി കൊടുത്ത് നല്ലൊരു ആസനം കൊടുത്തിരുത്തി അദ്ദേഹത്തിന് ജലം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ക്ഷീണമെല്ലാം തീർന്നു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ചുറ്റും എല്ലാവരും ഇരുന്ന് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. നാരദര് ദേവർഷിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമാണ്. അത്രയും ജ്ഞാനമുള്ള മഹർഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും തങ്ങൾക്ക് ആവശ്യമായ എന്തോ ഒന്ന് കിട്ടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ സന്തോഷത്തിൽ ദേവന്മാർ അദ്ദേഹത്തെ നോക്കി. ആ സമയത്ത് നാരദ മഹർഷി പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ, ലോകത്തിൽ വീണ്ടും ധർമ്മം നിലനിൽക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും കൂടി ആ പരാശക്തിയെ ഉപാസിക്കുക. എങ്ങനെ ഉപാസിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം.
ഞാൻ പറയുന്ന ആ സൂക്ഷ്മമായ വിധിപ്രകാരം നിങ്ങൾ പരാശക്തിയെ ഉപാസിക്കുകയാണെങ്കിൽ അമ്മ ആവിർഭവിക്കും. അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ടാൽ ആ അമ്മ ഭണ്ഡാസുരനെ വധിക്കും. പിന്നീട് കാമദേവനെ ആ അമ്മ പുനഃസൃഷ്ടിക്കും. ഇതിലൂടെ ശിവന്റെയും പാർവതിയുടെയും വിവാഹം നടക്കും. അങ്ങനെ കുമാരൻ ജനിക്കും. ആ കുമാരൻ നിങ്ങളുടെ സൈന്യത്തിന് നാഥനായി താരകാസുരനെ വധിക്കും. ലോകത്തിൽ മംഗളം വീണ്ടും ഭവിക്കും. ഈ ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ആ സമയത്ത് നാരദർ അന്തർധാനം ചെയ്തു. അദ്ദേഹം മറഞ്ഞുപോയ ദിക്കിലേക്ക് നോക്കി എല്ലാവരും പ്രണമിച്ചു. എന്നിട്ട് ആരാധന നടത്താൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ചെന്ന് നാരദര് പറഞ്ഞ പ്രകാരം അവർ ആരാധന ആരംഭിക്കാൻ തുടങ്ങി. നാരദര് പറഞ്ഞ പോലെ ഒരു ദിവ്യമായ അഗ്നികുണ്ഡം അവരുണ്ടാക്കി. ഒരു സാധാരണ അഗ്നികുണ്ഡമായിരുന്നില്ല അത്. ഇവിടെ അഗ്നിയായി ജ്വലിച്ചത് ചിത്ത് തന്നെയായിരുന്നു. ചിത്ത് എന്ന് പറയുമ്പോൾ ബോധം. ബോധത്തെ തന്നെ അഗ്നിയായി ജ്വലിപ്പിച്ചു. ഇത് സൂക്ഷ്മമായ സാധനയാണ്, ആന്തരികമായി നടക്കുന്ന കാര്യമാണ്. അതിനെ ബാഹ്യമായിട്ട് കഥാരൂപേണ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിതഗ്നി കുണ്ഡത്തെ ഉണ്ടാക്കി അതിന് ചുറ്റുമിരുന്നു കൊണ്ട് ദേവന്മാർ അവരുടെ അഹങ്കാരത്തെ കുറേശ്ശെ ഏകാഗ്രമാക്കി ദേവിയിലേക്ക് ഇങ്ങനെ ഒഴുക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഏകാഗ്രമായി ഇരിക്കുന്ന സമയത്ത് അവരുടെ ശക്തിയുടെ സ്പന്ദനം ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങി. ഇത് ഭണ്ഡാസുരനും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലുള്ളവരുമൊക്കെ അറിയാൻ തുടങ്ങി. ശൂന്യകത്തിൽ എല്ലാവർക്കും ഒരു ഇളക്കം, എന്തോ ഒരു അസ്വസ്ഥത. ഉടനെ തന്നെ ശുക്രാചാര്യരെ അവർ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഇരുത്തി കാര്യം അന്വേഷിച്ചു. അദ്ദേഹം ധ്യാനത്തിൽ നിന്നും കാര്യം ഗ്രഹിച്ചു. ദേവന്മാര് പരാശക്തിയെ ഉപാസിക്കുന്നുണ്ട്. അവരുടെ യജ്ഞം പൂർണ്ണമായാൽ പരാശക്തി പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങളെ എല്ലാം വധിക്കും, അതുറപ്പാണ്. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യാഗം മുടക്കിയേ തീരൂ. ഉടനെ തന്നെ ഭണ്ഡാസുരൻ തൻ്റെ സൈന്യത്തിൽ നിന്നും ഏറ്റവും കേമന്മാരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് ആ ദേവന്മാരിയ്ക്കുന്ന ഭാഗത്തേക്ക് അയക്കും. ദേവന്മാരെല്ലാം അമ്മയിൽ തന്നെ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവർക്കൊരു ആത്മഭാവമില്ല. അതുകൊണ്ട് തന്നെ ആത്മരക്ഷ എന്ന വിചാരവുമില്ല. അങ്ങനെ ഭക്തിയിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് സൈന്യം വരുന്നതൊന്നും അവരറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല. തന്നിൽ തന്നെ ആശ്രയമായിരിക്കുന്ന ഭക്തരെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കിയ ആ പരാശക്തി അവർക്ക് ചുറ്റും ഒരു മതില് തീർത്തു. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എന്നാൽ വളരെ ശക്തിയുള്ള, അതിൻ്റെ പ്രഭാവം എല്ലാവർക്കും അറിയാൻ പറ്റും, ആ വിധം ഒരു മതിൽ, ഒരു കോട്ട അവർക്ക് ചുറ്റും പണിതു. അസുരന്മാർ ഇത് കണ്ടപ്പോൾ അതിന് നേർക്ക് പ്രഹരിക്കാൻ തുടങ്ങി. അസുരന്മാർക്ക് അതിൻ്റെ സാന്നിധ്യം അറിയാനുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും സാന്നിധ്യം അറിയാനുണ്ട്. അപ്പോൾ അത് മറികടക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പല അസ്ത്രങ്ങളും അതിൻ്റെ നേർക്കയച്ചു. തങ്ങൾക്കറിയാവുന്ന എല്ലാ വിദ്യകളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ ആ ഒരു പ്രൊട്ടക്ഷൻ വാളിന് ഒരിളക്കവും സംഭവിക്കുന്നില്ല. ആ അദൃശ്യമായ മതിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നിന്നു. ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിരാശരായി അസുര സൈന്യം മടങ്ങി. അവർ ശൂന്യകത്തിലെത്തി ഭണ്ഡാസുരനോട് കാര്യം പറഞ്ഞു. ആ സമയത്ത് ശുക്രാചാര്യർ പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇനി യുദ്ധം നടക്കും, അത് ഉറപ്പാണ്. യുദ്ധത്തിനുള്ള സന്നാഹം തുടങ്ങുക. അങ്ങനെ ഭണ്ഡാസുരൻ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളുമായി കാത്തിരിക്കാൻ തുടങ്ങി. ഇതേ സമയം ഇവിടെ ദേവന്മാരുടെ ആരാധന ആ മനസ്സിൻ്റെ ഏകാഗ്രത കേന്ദ്രീകരിച്ച് ഏകമായി ഭവിച്ച സമയത്ത് അവർ നാരദർ പറഞ്ഞ പ്രകാരം അവരെ തന്നെ ആ ചിതഗ്നി കുണ്ഡത്തിൽ ഹോമിച്ചു. നമ്മൾ ഇന്ദ്രിയങ്ങളെയെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിച്ച് ബോധത്തിലേക്ക് ലയിപ്പിക്കുന്ന, മനസ്സടക്കം എല്ലാം ഉള്ളിലേക്ക് ലയിക്കുന്ന ആ സൂക്ഷ്മമായ പ്രക്രിയ ഇവിടെ ബാഹ്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ഒരു കഥാരൂപത്തിൽ. അപ്പോൾ ഇന്ദ്രനും മറ്റ് ദേവന്മാരുമെല്ലാം ആ ചിതഗ്നി കുണ്ഡത്തിലേക്ക് സ്വയം ചാടി അവരെല്ലാം അവരെ തന്നെ ഹോമിച്ചു. അങ്ങനെ എല്ലാ ദേവന്മാരും അഗ്നിയിൽ ലയിക്കപ്പെട്ട സമയത്ത് ആ ചിതഗ്നി കുണ്ഡത്തിൽ നിന്നും ദിവ്യമായ ഒരു സ്വരൂപം പ്രത്യക്ഷപ്പെട്ടു. ദേവിയുടെ 4 കൈകളോട് കൂടിയ ആ രൂപത്തിന് വർണ്ണമായിരുന്നു. സൂര്യൻ 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ച പോലത്തെ ശോഭയായിരുന്നു. അതിസൗന്ദര്യമായിരുന്നു ആ മുഖത്തിൽ നിന്നും ഇങ്ങനെ ഒഴുകിയിരുന്നത്. 4 കൈകളിലും ഓരോ സാധനങ്ങൾ അമ്മ ധരിച്ചിട്ടുണ്ട്. ഒരു കൈയിൽ പാശം പിടിച്ചിട്ടുണ്ട്, രാഗമാണ് ആ പാശം. മറ്റൊരു കൈയിൽ അങ്കുശം പിടിച്ചിട്ടുണ്ട്, അത് ക്രോധമാണ്. വേറൊരു കയ്യിൽ വില്ലാണ്, കരിമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വില്ലാണ്, അത് മനസ്സാണ്. പിന്നൊരു കയ്യിൽ 5 അമ്പുകൾ പിടിച്ചിട്ടുണ്ട്, അത് തന്മാത്രകളാണ്. ഇങ്ങനെ 4 കയ്യിൽ ഓരോന്ന് പിടിച്ച് ചുവന്ന നിറത്തിൽ വളരെ ശോഭയോടുകൂടി ദേവി പ്രത്യക്ഷപ്പെട്ടു.
ലോകത്തെ മുഴുവൻ ഒരു കളിസ്ഥലമായി കണ്ട് തൻ്റെ എല്ലാ ചേഷ്ടകളും ഒരു ക്രീഡയായി കാണുന്ന ആ അമ്മയ്ക്ക് ലളിത എന്ന പേര് വന്നു. ആ ലളിതാ പരമേശ്വരിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായപ്പോൾ ആ ചിദഗ്നികുണ്ഡത്തിലേക്ക് പ്രവേശിച്ച എല്ലാ ദേവന്മാരും പഴയ പോലെ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർക്കെല്ലാം തങ്ങൾ തിരിച്ചെത്തിയത് മനസ്സിലാക്കി സന്തോഷം തോന്നി. അവർ ദേവിയെ ഒരുപാട് സ്തുതിച്ചു. ശക്തിയുടെ സ്പന്ദനം, അതായത് ലോകത്ത് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ ശക്തി ഒരു ഭാഗത്ത് ഘനീഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ അവിടേക്ക് വന്നു. മറ്റ് ദേവന്മാരെല്ലാം അവിടേക്ക് എത്തി. മഹാവിഷ്ണു തുടങ്ങിയ എല്ലാവരും അവിടെ എത്തി. ബ്രഹ്മദേവനും മഹാവിഷ്ണുവും തുടങ്ങിയവരെല്ലാം ആ ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മദേവന്റെ മനസ്സിൽ ഒരു ആശ വന്നു. ആ അമ്മയ്ക്ക് ഒരു വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന്. ആ ചിന്ത മനസ്സിലേക്ക് വന്ന ഉടനെ അമ്മയ്ക്ക് പറ്റിയ വരൻ മറ്റാരാണുള്ളത്? സാക്ഷാത് ത്രിപുരസുന്ദരിക്ക് അനുയോജ്യനായ വരൻ ആരാണെന്ന് ബ്രഹ്മാവ് ചിന്തിച്ചു. ശക്തിക്ക് യുക്തൻ എന്നും ശിവൻ തന്നെ. അപ്പോൾ ആ പരമശിവൻ, ആ ശിവതത്വം അതവിടെ ഒരു രൂപമെടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അതിസുന്ദരമായ ആ രൂപം കണ്ടപ്പോൾ അവരെല്ലാം അദ്ദേഹത്തിന് കാമേശ്വരൻ എന്ന പേര് കൽപ്പിച്ചു. അങ്ങനെ കാമേശ്വരൻ്റെയും ലളിതാ പരമേശ്വരിയുടെയും വിവാഹം നടത്താൻ അവർ തീരുമാനിച്ചു. രണ്ടു കൂട്ടർക്കും സമ്മതമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ബ്രഹ്മദേവൻ ആ കടമ മഹാവിഷ്ണുവിനെ ഏൽപ്പിച്ചു. മഹാവിഷ്ണു ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ലളിതാ പരമേശ്വരിയുടെ ആ അംബികയുടെ കൈ പിടിച്ച് കാമേശ്വരന്റെ കയ്യിൽ കൊടുത്ത് എല്ലാ ചടങ്ങുകളും ഭംഗിയായി നടത്തി അവരുടെ വിവാഹം മംഗളമാക്കി. ഇവരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവന് വീണ്ടും ഒരു വിചാരമുണ്ടായി. ഇവർക്ക് വസിക്കാൻ ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കണം. നവദമ്പതിമാരാണ്, അപ്പോൾ അവർക്ക് കാലാകാലം ഭൂമിയിൽ ഇരിക്കാനായിട്ട് ഒരു ഇടം കൊടുക്കണം. അതെവിടെ വേണമെന്ന് ചിന്തിച്ച് കണ്ടു മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വിശ്വകർമാവ്, ദേവശില്പിയാണ് വിശ്വകർമാവ്, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ഒരു പുരം പണിയാൻ പറഞ്ഞു. മണ്ഡാസുരന് മയൻ പണിതു കൊടുത്ത പോലെ ഇവിടെ ലളിതാംബികയ്ക്ക് വിശ്വകർമാവ് ഒരു പുരം പണിതു. അത് സുമേരു പർവ്വതത്തിൻ്റെ മധ്യത്തിലായിരുന്നു. ശ്രീപുരം, ശ്രീനഗരം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ദിവ്യമായ വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നടുവിൽ ഒരു കൊട്ടാരത്തിൽ അതിശോഭയോടുകൂടിയ ചിന്താമണി എന്നാണ് ആ ഭവനത്തിൻ്റെ പേര്. അതിൻ്റെ ഉള്ളിൽ ഒരു വിശേഷപ്പെട്ടിട്ടുള്ള പീഠത്തിൽ ദേവിയെയും കാമേശ്വരനെയും അവരിരുത്തി. എന്നിട്ട് വീണ്ടും സ്തുതിച്ചു. ആ സ്തുതി കഴിഞ്ഞ സമയത്ത് ആ ദേവി എല്ലാവരെയും ഒന്ന് നോക്കി. ആ നോക്കുന്ന തൻ്റെ ദൃഷ്ടി പതിഞ്ഞ മാത്രയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാ കാമങ്ങളും അമ്മ തീർത്തു കൊടുത്തു. അപ്പോൾ ആ വൈഭവം കണ്ടപ്പോൾ അവർ ദേവിക്ക് പുതിയൊരു പേരും കൂടി കൊടുത്തു, കാമാക്ഷി. തൻ്റെ നോട്ടം കൊണ്ട് തന്നെ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നവൾ. ഇങ്ങനെ ദേവിയെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ ദേവിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനി ചെയ്യണം. ദേവി അത് സമ്മതിച്ചു. അമ്മ കണ്ണടച്ചൊന്ന് ധ്യാനിച്ച് തന്നിൽ നിന്ന് തന്നെ ഒരു വലിയ സൈന്യത്തെ പ്രകടമാക്കി. ഒരുപാട് ശക്തികൾ അവിടെ സ്ത്രീരൂപം ധരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കണ്ടാൽ വലിയ സൈന്യമാണ്, എന്നാൽ വാസ്തവത്തിൽ ദേവി മാത്രമേ ഉള്ളൂ. ദേവി തന്നെയാണ് സർവം. അവിടെ കുതിരപ്പുറത്ത് കുറേ ശക്തികൾ ഇരിക്കുന്നുണ്ട്. ശക്തി എന്ന് പറയുമ്പോൾ ദേവികൾ, കുറേ ശക്തികൾ കുതിരപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അവയെല്ലാം നയിച്ചുകൊണ്ട് അശ്വാരൂഢ എന്ന് പറയുന്ന ദേവി മുമ്പിലുണ്ട്. വേറൊരു ഭാഗത്ത് ആനപ്പുറത്ത് കുറേ ശക്തികൾ ഇരിക്കുന്നുണ്ട്. അവരെയെല്ലാം നയിച്ചുകൊണ്ട് മുമ്പിൽ ആനപ്പുറത്ത് സമ്പത്കരി എന്ന് പേരുള്ള ദേവിയുണ്ട്. പിന്നെ ദണ്ഡനാഥ എന്ന് പേരുള്ള ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു. ദണ്ഡനാഥയ്ക്ക് വാരാഹി എന്നും പേരുണ്ട്. അതുപോലെ മന്ത്രിണി എന്ന് പറയുന്ന ഒരു അമ്മ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ തന്നെ ബാലസ്വരൂപത്തിലുള്ള ഒരു പുത്രിയുടെ ഭാവത്തിൽ ബാലാദേവി പ്രത്യക്ഷപ്പെട്ടു. ജ്വാലാമാലിനി ദേവി പ്രത്യക്ഷപ്പെട്ടു. നിത്യകൾ, ശക്തിയായിട്ടുള്ള പല ദേവികളാണ്. അങ്ങനെ നിത്യകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ പലരും അവിടെ ആവിർഭവിച്ചു. അങ്ങനെ ഒരു സൈന്യം തന്നെ അവിടെ രൂപപ്പെട്ടു. അപ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഒരുപാട് പേരുള്ളത് പോലെ തോന്നുമെങ്കിലും വാസ്തവത്തിൽ ശക്തി ഒന്ന് തന്നെയാണ്. ആ ഒന്ന് തന്നെ അവിടെ ഉള്ളൂ. ആ ഒന്ന് തന്നെ പല ഭാവം സ്വീകരിച്ച് ക്രീഡിക്കുകയാണ്. ക്രീഡ തന്നെയാണ് അമ്മയുടെ വിനോദം. അതുകൊണ്ടാണ് ലളിതാംബിക എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആ സൈന്യത്തിന് ഇനി അസുരന്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ അതിന് പ്രധാനപ്പെട്ടവർക്ക് രഥം വേണം എന്ന് കൽപ്പിച്ച് ആ ദേവി തന്നെ 3 രഥങ്ങളെ ഉണ്ടാക്കി. ഒന്ന് ചക്രരാജരഥം, ഒന്ന് ഗേയചക്രരഥം, പിന്നെ ഒന്ന് കിരിചക്രരഥം. ഇങ്ങനെ 3 രഥങ്ങൾ ഉണ്ടാക്കി. ഇതിൽ ചക്രരാജത്തിൽ അമ്മ തന്നെ, അതായത് ലളിതാ പരമേശ്വരി തന്നെ കാമേശ്വരനോടുകൂടി കയറി പ്രവേശിച്ചു. ഗേയചക്രരഥത്തിൽ മന്ത്രിണി അമ്പ പ്രവേശിച്ചു. കിരിചക്രരഥത്തിൽ ദണ്ഡനാഥ അഥവാ വാരാഹി ദേവി പ്രവേശിച്ചു.
എന്നിട്ട് സൈന്യത്തെ മുഴുവൻ നയിച്ചുകൊണ്ട് അവർ ശോണിതപുരത്തിലേക്ക്, ശൂന്യകം എന്ന് പറയുന്ന ആ കൊട്ടാരം നിൽക്കുന്ന ഭാഗത്തേക്ക് അവർ ഗമിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ വരുന്നുണ്ടെന്നുള്ള അറിവ് ഭണ്ഡാസുരന് ചാരന്മാർ മുഖേന കിട്ടിയിട്ടുണ്ട്. ഇവിടെ യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അവരവിടെ വരുന്നു. അവിടെ എത്തിയ ഉടനെ അവിടെ ഒരു ക്യാമ്പ് ഉണ്ടാക്കണമല്ലോ, കാരണം യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് അവർക്ക് എല്ലാവർക്കും വസിക്കാനായിട്ട് ഒരു ഇടം ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് ജ്വാലാമാലിനി ദേവിയെ വിളിച്ചിട്ട് ഒരു പ്രാകാരം ഉണ്ടാക്കാൻ പറയും. അപ്പോൾ ജ്വാലാമാലിനി ദേവി അവിടെ വഹ്നി കൊണ്ടൊരു പ്രാകാരം ഉണ്ടാക്കും, ഒരു കോട്ട പോലെ. അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അടുത്തേക്ക് പോലും ശത്രു സൈന്യത്തിന് വരാൻ പറ്റില്ല. അപ്പോൾ ഇവർ പുറത്ത് വന്നാൽ മാത്രമേ യുദ്ധം നടക്കൂ. അടുത്തേക്ക് പോയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്ത വിശേഷ ശോഭയുള്ള ഒരു പ്രാകാരം അവിടെ ജ്വാലാമാലിനി ദേവി ഉണ്ടാക്കും. അങ്ങനെ അവരവിടെ ക്യാമ്പ് ചെയ്യാൻ പിറ്റേ ദിവസം സുപ്രഭാതമായപ്പോൾ ഭണ്ഡാസുരൻ്റെ അവിടെ നിന്ന് സൈന്യം വരും, ദേവിയുടെ ഇവിടെ നിന്നും സൈന്യം ചെല്ലും. യുദ്ധം ആരംഭിച്ചു. ഗംഭീരമായ യുദ്ധം നടക്കുകയാണ്. ഭണ്ഡാസുരൻ്റെ സൈന്യത്തിലുള്ള ആൾക്കാർ ഓരോ മന്ത്രവിദ്യകൾ കാണിക്കുമ്പോൾ അതിനൊക്കെ പ്രതിവിധികൾ ദേവിയുടെ സൈന്യം ഉണ്ടാക്കും. ഇപ്പോൾ അവിടെ നിന്ന് സർപ്പങ്ങളെ ഉണ്ടാക്കി ഇങ്ങോട്ട് അയക്കുമ്പോൾ നകുലാദേവിയെ പ്രകടമാക്കി ആ സർപ്പങ്ങളെ മുഴുവൻ നശിപ്പിക്കും. അങ്ങനെ പല രീതിയിൽ. അപ്പോൾ അവരുടെ അവിടെ നിന്ന് വരുന്ന എല്ലാ കേമന്മാരും കുറച്ചു നേരം പൊരുതി അവർ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നിത്യാദേവികൾ, അവിടെ നിന്ന് വലിയൊരു സൈന്യം വരുമ്പോൾ നിത്യാദേവികൾ മുമ്പിലിട്ട് ഇറങ്ങി അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ എല്ലാം വധിച്ചുകൊണ്ട് ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ വളരെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭണ്ഡസൈന്യം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് ഭണ്ഡാസുരൻ്റെ മക്കൾ ദേവിയോട് പൊരുതണം എന്ന് പറഞ്ഞിട്ട് അവർ ചാടി പുറപ്പെട്ടു വന്നു. അപ്പോൾ ഭണ്ഡാസുരൻ്റെ മക്കൾ വരുന്നത് കണ്ടപ്പോൾ ബാലാദേവി അവരെ ഞാൻ നേരിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് ബാലാദേവി മുമ്പിലേക്ക് ചാടി അവരോട് ഒറ്റയ്ക്ക് പൊരുതി അവരെ മുഴുവൻ വധിച്ചു. അപ്പോൾ 9 വയസ്സുള്ള കുട്ടിയുടെ ഭാവത്തിലിരിക്കുന്ന ബാലാദേവിയുടെ ആ ഒരു ശൗര്യം കണ്ടപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. ഇങ്ങനെ ഭണ്ഡാസുരൻ്റെ സൈന്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ സമയത്ത് വിശുക്രനും വിശങ്കനും നേരിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അവിടേക്ക് വന്നു. ഗംഭീരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വിശങ്കനെ മന്ത്രിണീ ദേവി വധിച്ചു. അതുപോലെ വിശുക്രനെ ദണ്ഡനാഥ അഥവാ വാരാഹി ദേവി വധിച്ചു. ഇങ്ങനെ തൻ്റെ 2 സഹോദരന്മാരും മരണപ്പെട്ടു എന്നറിഞ്ഞ സമയത്ത് ഭണ്ഡാസുരന് വല്ലാത്ത ദുഃഖമായി. ദേവിയുടെ സൈന്യത്തെ നേർക്ക് നിന്ന് എതിർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ കപടമായ രീതിയിൽ ആ സൈന്യത്തെ തകർക്കണം. അതിനെന്തു വേണമെന്ന് തീരുമാനിച്ച് അവർ ചർച്ച നടത്തി. അവരൊരു രീതി കണ്ടെത്തി. അങ്ങനെ രാത്രിയുടെ മറവിൽ എല്ലാവരും വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അസുര സൈന്യത്തിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ട് വിഘ്നയന്ത്രത്തെ ഉണ്ടാക്കി ആ വിഘ്നയന്ത്രത്തെ ഈ അഗ്നിപ്രാകാരത്തിൻ്റെ ഉള്ളിലേക്ക് എറിഞ്ഞു. ഈ വിഘ്നയന്ത്രത്തിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. അത് ആൾക്കാരുടെ മനസ്സിൻ്റെ ഊർജ്ജത്തെ ക്ഷയിപ്പിക്കും. അവർക്ക് കാര്യവിചാരം നഷ്ടപ്പെടും, എന്തു ചെയ്യണമെന്നറിയില്ല. അപ്പം ഇങ്ങനെ ഡിസ്കഷൻ നടക്കും, പല സംശയങ്ങളുണ്ടാവും, പക്ഷെ പ്രവൃത്തിയൊന്നും നടക്കില്ല. അങ്ങനെ ആൾക്കാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഈ വിഘ്നയന്ത്രത്തിനെ അതിൻ്റെ ഉള്ളിലേക്ക് അയക്കുമ്പോൾ അവിടെയുള്ള ശക്തികൾക്കെല്ലാം ശക്തിക്ഷയം തുടങ്ങും. അപ്പോൾ ഓരോരുത്തർ യുദ്ധം വേണോ, നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഓരോ വിചാരങ്ങൾ നടക്കാൻ തുടങ്ങും. ആ സമയത്ത് ഇതൊന്നും ബാധിക്കാതിരിക്കുന്ന ദണ്ഡനാഥയും അതുപോലെ മന്ത്രിണി അമ്പയും ദേവിയുടെ അടുത്ത് ചെന്നിട്ട് പറയും, എന്തോ പ്രശ്നമുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ ആൾക്കാരുടെ മനസ്സിനൊരിളക്കം പറ്റിയിട്ടുണ്ട്. ഉടനെ തന്നെ ലളിതാ പരമേശ്വരി കണ്ണടച്ച് കുറച്ചു നേരം ധ്യാനിക്കും. വിഘ്നയന്ത്രത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കും. കപടമായ ഒരു പ്രവൃത്തി അസുര സൈന്യം നടത്തിയിട്ടുള്ളതാണ്. വിഘ്നയന്ത്രത്തെ ഇല്ലാതെയാക്കാൻ ഒരാൾക്കേ പറ്റൂ, അത് സാക്ഷാത് വിഘ്നേശ്വരനാണ്. അപ്പോൾ വിഘ്നേശ്വരനെ പ്രകടമാക്കണമെന്ന് മനസ്സിലാക്കി അമ്മ കാമേശ്വരൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. കാമേശ്വരൻ തിരിച്ചും ഒന്ന് നോക്കി. രണ്ടുപേരുടെയും ദൃഷ്ടിയുടെ സമ്മേളനത്തിൽ നിന്നും സാക്ഷാത് വിഘ്നേശ്വരൻ, ആ വിനായകമൂർത്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അച്ഛനെയും അമ്മയും നമിച്ചുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, വിഘ്നയന്ത്രം ഇവിടെ എവിടെയോ ഉണ്ട്, അത് കണ്ടുപിടിച്ച് നശിപ്പിക്കണം. വളരെ പെട്ടെന്ന് തന്നെ വിഘ്നേശ്വരൻ അത് കണ്ടുപിടിച്ചു, നശിപ്പിച്ചു. വിഘ്നയന്ത്രം നശിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭണ്ഡാസുരൻ ഗജാസുരനെ അയച്ചു. ഗജാസുരൻ വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ വിഘ്നേശ്വരൻ ഒറ്റയ്ക്ക് പോയിട്ട് ആ ഗജാസുരനോട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ വധിച്ചു. ഇങ്ങനെ ഭണ്ഡസൈന്യത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും വധിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭണ്ഡാസുരൻ നേരിട്ട് തന്നെ യുദ്ധത്തിന് വന്നു. അദ്ദേഹം യുദ്ധത്തിന് വന്നപ്പോൾ ആദ്യം അദ്ദേഹം പലതരം അസ്ത്രങ്ങൾ അയച്ചു നോക്കി. ദിവ്യമായ എല്ലാ അസ്ത്രത്തിനും ദേവിയുടെ കയ്യിൽ പ്രത്യസ്ത്രമുണ്ടായിരുന്നു. അപ്പോൾ ദേവിയെ അങ്ങോട്ട് ആക്രമിക്കാനേ പറ്റുന്നില്ല, എന്തയച്ചാലും അത് നശിപ്പിക്കപ്പെടുകയാണ്. ഇത് മനസ്സിലാക്കിയപ്പോൾ പണ്ട് കാലത്ത് ഭൂമിയിൽ അലഞ്ഞിരുന്ന ശക്തിശാലികളായ അസുരന്മാരെ ഭണ്ഡാസുരൻ മായ കൊണ്ട് വീണ്ടും നിർമ്മിച്ചു. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ഇങ്ങനെ പണ്ട് നാരായണൻ വധിച്ചിട്ടുള്ള 10 അസുരന്മാരെ ഭണ്ഡാസുരൻ ഉണ്ടാക്കി.
അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ അസുരന്മാരെ ദേവിയുടെ നേർക്കയച്ചു. അപ്പോൾ ദേവി തൻ്റെ നഖത്തിൽ നിന്നും 10 നാരായണ അവതാരങ്ങളെ സൃഷ്ടിച്ചു. അന്ന് ഈ അസുരന്മാരെ ഏതേത് ഭാവത്തിലാണോ നാരായണൻ വധിച്ചത് അതത് ഭാവങ്ങളെ തൻ്റെ നഖത്തിൽ നിന്നും സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ നേർക്കയച്ചു. ഈ നാരായണ മൂർത്തികൾ, ഈ അവതാരങ്ങൾ അതത് അസുരന്മാരെ വധിക്കുകയും തിരിച്ച് ദേവിയിലേക്ക് തന്നെ വന്ന് ലയിക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ രീതിയിലും ഭണ്ഡാസുരന്റെ സൈന്യത്തെ ക്ഷയിപ്പിച്ച് അവസാനമായി മഹാപാശുപതാസ്ത്രത്തെ പ്രയോഗിച്ചുകൊണ്ട് ഭണ്ഡാസുരന്റെ സൈന്യത്തെ പരിപൂർണമായി നശിപ്പിച്ചു. ഇപ്പോൾ ഭണ്ഡാസുരനും അദ്ദേഹത്തിന്റെ നഗരമായ ശൂന്യകവും മാത്രമാണ് ശേഷിക്കുന്നത്. അത് നശിപ്പിക്കാനായിട്ട് കാമേശ്വരം എന്ന അസ്ത്രത്തെ പ്രയോഗിച്ചു. അങ്ങനെ ഭണ്ഡാസുരനും വധിക്കപ്പെട്ടു, ശൂന്യകം എന്ന ആ കൊട്ടാരവും നശിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ ഭണ്ഡാസുര വധം പരിപൂർണമായി കഴിഞ്ഞപ്പോൾ ദേവി വിശ്രമിച്ചു. എല്ലാ ശക്തികളും ദേവിയുടെ അടുത്തേക്ക് വന്നു. എല്ലാവരും സ്തുതിക്കാൻ തുടങ്ങി. ഭണ്ഡാസുരന്റെ വധമറിഞ്ഞപ്പോൾ ദേവന്മാരെത്തി, ബ്രഹ്മാവെത്തി, എല്ലാവരും എത്തി. എല്ലാവരും ദേവിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാമേശ്വരൻ അടുത്തിരിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിയുടെ മനസ്സിലേക്ക് വിചാരം വന്നു, ഇനി അടുത്തതായി ചെയ്യേണ്ടത് കാമദേവന്റെ പുനരാവിർഭാവമാണ്. കാരണം കാമദേവൻ വന്നാൽ മാത്രമേ ശിവപാർവതി വിവാഹം നടക്കൂ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ദേവി ഏതൊരു ഭഗവാൻ ശിവന്റെ ദൃഷ്ടി കൊണ്ടാണോ കാമേശ്വരൻ ഭസ്മമായി പോയത്, അതേപോലെ തൻ്റെ ദൃഷ്ടി കൊണ്ട് ആ കാമേശ്വരനെ വീണ്ടും സൃഷ്ടിപ്പിച്ചു. ആ കാമദേവൻ വീണ്ടും വന്നു. ആ കാമദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ രതിദേവി അദ്ദേഹത്തോടൊപ്പം വന്നു. രണ്ടുപേരും സാഷ്ടാംഗം വീണു നമിച്ചു. അപ്പോൾ ലോകത്തിലെ ആ ഓർഡറിനെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് കാമദേവനെ അനുഗ്രഹിച്ചിട്ട് ദേവി പറഞ്ഞു, ഇനി നീ നിന്റെ പ്രവൃത്തിയുമായി തുടരുക. എന്നിട്ട് മറ്റുള്ള ദേവന്മാരോട് പറഞ്ഞു, ആരും പേടിക്കണ്ട, ശിവപാർവതി വിവാഹം നടക്കും, അതുറപ്പാണ്. എൻ്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ സ്കന്ദൻ ആവിർഭവിക്കും, താരകാസുരൻ വധിക്കപ്പെടും. എല്ലാവരും സന്തോഷത്തോടു കൂടി അവരവരുടെ സ്ഥാനത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞ് എല്ലാവരെയും അനുഗ്രഹിച്ച് അവരവരുടെ സ്ഥാനത്തിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ദേവിയും ദേവിയുടെ സൈന്യവും കൂടി അവർക്ക് പണിതിട്ടുള്ള ആ ശ്രീനഗരത്തിലേക്ക്, ആ ശ്രീപുരത്തിലേക്ക് വന്ന് അവരുടെ കൊട്ടാരത്തിൽ അവിടെ പൂർണ്ണ ശോഭയോടുകൂടി വസിക്കാൻ തുടങ്ങി. ഇതാണ് ലളിതോപാഖ്യാനം. അപ്പോൾ ലളിതാ പരമേശ്വരിയുടെയും കാമേശ്വരൻ്റെയും ആവിർഭാവവും അവർ നടത്തിയ ഈ ലീലകളും സ്മരിച്ചുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ 84 നാമങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കഥ മനസ്സിലാക്കി നമ്മൾ ആ നാമങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഈ കഥ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഓരോ സന്ദർഭങ്ങൾ ഓർത്തെടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ലളിതാ പരമേശ്വരിയുടെ കൃപയുണ്ടാകും. നമ്മുടെ മനസ്സത് ശുദ്ധമാക്കും. എല്ലാ ദുർവാസനകളും ഇല്ലാതെയാകും. നമുക്ക് സദ്വിചാരങ്ങൾ ഉണ്ടാവും. ക്ഷേമമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഐശ്വര്യം നേടാൻ പറ്റും. അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലളിതോപാഖ്യാനത്തെ ആ ലളിതാ പരമേശ്വരിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം.